ഞങ്ങൾ രാജസ്ഥാനിലെ ജയ്പൂരിലെ സുരേഷ് ജ്ഞാനൂർ യൂണിവേഴ്സിറ്റിയിൽ അവസാന വർഷ BSc അഗ്രികൾച്ചർ വിദ്യാർത്ഥികളാണ്. ഞങ്ങളിവിടെ 27 പേരോളം മലയാളികളോട് പഠിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ചിലർ ഹോസ്റ്റലും ചിലർ ഫ്ലാറ്റിലുമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ജയ്പൂർ റെഡ് സോൺ ആയ പ്രകാരം ഓരോ ദിവസം കേസുകൾ കൂടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇവിടെ ഞങ്ങളുടെ ഹോസ്റ്റൽ ഐസൊലേഷൻ വാർഡാക്കുവാണെന്നാണ് ഓണർ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് ഞങ്ങളോട് ഇവിടെ ഹോസ്റ്റൽ ഒഴിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്കിവിടെ പ്രോപ്പർ ഫുഡോ അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. ഭക്ഷണത്തിന് നല്ല ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരു 2-3 പേര് ആസ്മ പേഷ്യൻസ് ആയിട്ടുണ്ട്. ഇവൻ ഞാൻ തന്നെ ഒരു ആസ്മ പേഷ്യൻ്റ് ആണ്. എനിക്കിപ്പം മരുന്നുകൾ ഞാൻ 3 മാസത്തേക്ക് കരുതിയിട്ടാണ് വന്നത്. പക്ഷെ ഇപ്പോൾ മരുന്നുകളൊക്കെ തീർന്നു പോയി. നാട്ടിൽ പോകുമ്പോൾ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ വന്ന കാരണം നാട്ടിൽ പോകാനും പറ്റുന്നില്ല. മരുന്നുകൾ ഇവിടെ അവൈലബിൾ ആണോ എന്ന് നോക്കി കഴിഞ്ഞിട്ട് ഇവിടെ അവൈലബിളും അല്ല. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ തന്നെ ഹോസ്പിറ്റലിൽ ഇവൻ ഒരു പനി വന്നാൽ പോലും പോകാൻ പേടിയാണ്. ലെബിലൈസേഷൻ എടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ അവസ്ഥ വന്ന കാരണം കൊറോണയാണോ ബാക്കിയുള്ള കാര്യങ്ങളാണോ എന്ന് അറിയാൻ വയ്യാണ്ട് ഞങ്ങൾക്ക് ഇവിടെ പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ പുറത്ത് തന്നെ ഞങ്ങൾക്ക് ഈ വെള്ളമൊക്കെ വരുന്നത് തന്നെ നിന്നു തുടങ്ങും. ഇനി ചൂടുകാലം കൂടുന്നതോട് വെള്ളത്തിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിൽക്കും. കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാവും ഞങ്ങളിവിടെ ഫുള്ളായിട്ട് പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇനി നമുക്ക് ആകെ കൂടെ ഞങ്ങൾക്ക് മീഡിയ മാത്രമുള്ള ഒരു ആശ്രയം. ഞങ്ങൾ വിളിക്കാത്ത ആളുകളില്ല. ഇപ്പം ഞങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെ 27 പേരേ ഉള്ളൂ. ഞങ്ങളെ നമ്പർ വെച്ചിട്ടാണ് ഞങ്ങളെ കൊണ്ടുവത്ത ഒരു റീസൺ പറയുന്നത്. ഞങ്ങൾക്ക് അറിയത്തില്ല ഇനി ആരെയും ഞങ്ങൾ സമീപിക്കേണ്ടത്. എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് തീരുമാനമാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ പെട്ടുപോവുകയുള്ളൂ. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ട്. ഇത് കൂടാണ്ട് പുറത്തും ആളുകൾ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം പെട്ടെന്ന് ഉണ്ടാക്കി തരണം. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള വിദ്യാർത്ഥികളെയൊക്കെ അവരുടെ ഗവൺമെൻറ് സ്വന്തം നാട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ ഇവിടെ ഞങ്ങളുടെ മലയാളികൾക്ക് മാത്രം ഇവിടെ നിൽക്കുന്നുള്ളൂ. ഇവിടെ ഞങ്ങളെ മലയാളി അസോസിയേഷൻകാരും ഞങ്ങളെ നാട്ടിലെത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഞങ്ങളിവിടെ ആകെ പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെയും കൂടി കൺസിഡർ ചെയ്യണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. നമസ്തേ. ഈ ദുരന്തകാലത്ത് ചേർത്തു പിടിക്കേണ്ട ഒരു സഹോദരിയുടെ കണ്ണീരാണിത്. വിവിധ ആവശ്യങ്ങൾക്കായി കേരളം വിട്ടുപോയവർ പലരും പലയിടങ്ങളിലായി അകപ്പെട്ടിരിക്കുകയാണ്. അവരിൽ പലരും ദാരുണമായ സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സന്നദ്ധ സംഘടനകൾക്ക് അവർക്കൊരു തണലൊരുക്കാൻ ഒരു പക്ഷേ സാധിക്കുന്നുണ്ടാകും. പക്ഷേ എത്ര നാൾ ഇതിന് കഴിയുമെന്ന ചോദ്യം ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അറിയാത്ത നാടുകളിൽ അടച്ചിടലിൽപ്പെട്ട് നിരാശരായി നിരവധി പേരുണ്ട്. കുടിവെള്ളം പോലും കിട്ടാതെ കഴിയുന്നുണ്ട് പലരും. നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടും ആശങ്കയോടെ കാത്തിരിക്കുന്നത് ആയിരങ്ങളാണ്. നോർക്കയുടെ വാക്കുകേട്ട് വാളയാറിലെ പൊരിവെയിലത്ത് പലരും ഇപ്പോഴും മണിക്കൂറുകളോളം കാത്തിരിപ്പുണ്ട്. ഇന്നത്തെ ജനം ഡിബേറ്റ് പരിശോധിക്കുന്നത് ചില ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, പ്രവാസി ഏകോപനത്തിൽ വീമ്പ് പറയുന്ന സർക്കാരിന് മറുനാട്ടിലകപ്പെട്ട മലയാളികളെ തിരികെ എത്തിക്കുന്നതിൽ ഒന്നും പറയാനില്ല. എല്ലാം ചെയ്യുമെന്ന് പറയുമ്പോഴും ഒന്നും മിണ്ടാതെ, ഫോൺ പോലും എടുക്കാതെ, പലരുടെയും ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാതെ കേരളം വിട്ടാൽ നോർക്ക വെറും കടലാസ് പുലിയാണ്. എല്ലാം ഏകോപിപ്പിക്കാനായി തോറ്റിട്ടും ക്യാബിനറ്റ് പദവിയും സർവ്വ സൗകര്യങ്ങളും നൽകി ഡൽഹിയിലേക്ക് പറഞ്ഞുവിട്ട സമ്പത്ത് എവിടെ? കേരളം കനിവ് കാട്ടിയേ മതിയാകും. ഇപ്പോൾ എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ മുൻ ചീഫ് സെക്രട്ടറി ശ്രീ ജിജി തോംസൺ, BJP നേതാവ് ശ്രീ PR ശിവശങ്കർ, CPI നേതാവും മുൻ MLA-യുമായ രാജാജി മാത്യു എന്നിവർ ചേരുന്നുണ്ട്. ഏറെ വൈകാതെ ആസൂത്രണ ബോർഡ് അംഗമായിരുന്ന ശ്രീ CP ജോൺ, കോൺഗ്രസ് നേതാവ് VK ശ്രീകണ്ഠൻ എന്നിവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നെല്ലൂരിലെ ഒരു ആരാധനാലയത്തിലേക്ക് പോയ ഒരു കുടുംബം. പാലക്കാട്ട് നിന്നാണ് അവർ പോയത്. ഇന്ന് താമസിക്കുന്നത് 2 മാസമായി താമസിക്കുന്നത് ഒറ്റമുറി ഷെഡിലാണ്. മാർച്ച് 16-ന് റഹ്മത്താബാദ് ദർഗയിൽ തീർത്ഥാടനത്തിന് പോയ കുടുംബത്തിനാണ് ഈ ദുർഗതി ഉണ്ടായത്.
ചികിത്സയ്ക്കായി പോയി പലരും അകപ്പെട്ടിരിപ്പുണ്ട്. അതോടൊപ്പം ആരാധനാലയങ്ങൾ, കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോയ ഒരു മലയാളി യുവാവ് 2 മാസമായി അവിടെ അകപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ 1ഉം 2ഉമല്ല, ഒരുപാട് കേസുകളാണ് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ എടുത്തു പറയാനുള്ളത്. ശ്രീ ജിജി തോംസൺ, ഇങ്ങനെയൊരു ഘട്ടത്തിൽ സർക്കാരിൻ്റെ കൃത്യമായ ഒരു ഉന്നത പദവി വഹിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഏത് രീതിയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്? എങ്ങനെയൊക്കെയായിരുന്നു അത് ഏകോപിപ്പിക്കേണ്ടത്? നമ്മൾ സാധാരണ പ്രവാസികൾ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് പുറത്ത് വിദേശത്തുള്ള മലയാളി സഹോദരങ്ങളെയാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നത്. ഏകദേശം 25-30 ലക്ഷം പ്രവാസികളാണ് ഇന്ന് ലോകമെമ്പാടുമായിട്ടുള്ളത്. അതിൽ കൂടുതൽ ഉണ്ടെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പക്കലുള്ള കണക്ക്, ഞാൻ കേരള പ്രവാസി വകുപ്പിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു, അന്ന് മുതലേ ഞങ്ങൾ കറക്റ്റായിട്ടുള്ള കണക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ 25 to 30 lakhs ഇത്രയും പേരാണ് നമുക്കുള്ളത്. പക്ഷേ ഈ ആദ്യത്തെ നോർക്ക സെക്രട്ടറി ആയിരുന്നു ഞാൻ. അപ്പോൾ നോർക്ക വകുപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, ഈ നമ്മൾ പ്രവാസികളെന്ന് പറയുമ്പോൾ വിദേശത്തുള്ള മലയാളികളെ മാത്രം പരിഗണിച്ചാൽ പോരാ, കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന മലയാളികളെയും നമ്മൾ കണക്കാക്കണം, അവരെയും നമ്മൾ പരിഗണിക്കണം. മറുനാടൻ മലയാളികൾ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്നവരാണ് ഈ മലയാളികൾ. നോക്കൂ, നമ്മളുടെ ബാംഗ്ലൂരിലും ചെന്നൈയിലും ബോംബെയിലും ഡൽഹിയിലും എന്തൊരു ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും മലയാളികളുണ്ട്. വലിയ നമ്പേഴ്സ് അവിടെ എല്ലായിടത്തും തന്നെയുണ്ട്. അവിടെയൊക്കെ വലിയ മലയാളി സംഘടനകളുണ്ട്, വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളിലുമുണ്ട്. അപ്പോൾ നമുക്ക് പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ആ പ്രവാസികളിൽപ്പെട്ട അടുത്ത വേറൊരു വിഭാഗമാണ് ഈ വിദേശ മലയാളി, മറുനാടൻ മലയാളികൾ എന്ന് പറയുന്നവർ. അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടതും ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രാഥമിക ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. അവിടെ നമുക്കൊരു വേർതിരിവ് പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം മറ്റ് ഭാഗങ്ങളിൽ ഡൽഹിയിലും ഇപ്പോൾ കുറച്ച് മുമ്പ് കോട്ട, രാജസ്ഥാനിൽ നിന്നൊക്കെ ഉള്ള കുട്ടികളുടെ നിലവിളി ഞാൻ കേട്ടു. എത്ര ഹൃദയഭേദകമാണതെല്ലാം. ഓരോരുത്തരും ഇവിടെയൊക്കെ കുടുങ്ങിയിരിക്കുകയാണ്. ഇവിടെ പോയിരിക്കുന്ന ആൾക്കാർ പലപ്പോഴും അവരുടെ ബന്ധുക്കളെ കാണാൻ വേണ്ടി പോയവരുണ്ട്, അല്ലെങ്കിൽ പഠിക്കാൻ പോയ കുട്ടികളുണ്ട്, മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോയവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ കഴിഞ്ഞ 2 മാസമായിട്ട് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അത് എനിക്കറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റിന് അത് ചെയ്യാൻ കഴിയാതെ പോയതെന്നുള്ളത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം നോർക്ക വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഇതാണ്. ഇപ്പം നോർക്ക വകുപ്പിൻ്റെ നോഡൽ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ കുറേ പേരുടെ പേരും പിന്നെ ഫോൺ നമ്പറും പത്രത്തിൽ ഞാൻ കണ്ടായിരുന്നു. ഞാൻ അതനുസരിച്ച് എനിക്ക് ബോംബെയിൽ കുടുങ്ങിപ്പോയ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു ഫാമിലിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ആ നോഡൽ ഓഫീസറെ ഫോണിൽ വിളിച്ചു. ഒരു ദിവസം മുഴുവൻ ട്രൈ ചെയ്തിട്ടും എനിക്ക് ആ നമ്പർ കിട്ടിയില്ല. ഒന്നുകിൽ നമ്പർ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആണ്, അല്ലെങ്കിൽ റെസ്പോൺസ് ഇല്ല. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ പിന്നീട് ഞാൻ ഉടൻ തന്നെ ബോംബെയിൽ അന്വേഷിച്ചു. കേരള ഹൗസിൽ, വാഷിയിലുള്ള കേരള ഹൗസിലാണ് നോർക്കയുടെ ഓഫീസ്. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു അവിടുത്തെ ഓഫീസ് അടച്ചുപൂട്ടി കിടക്കുകയാണ്, അവിടെ ആരുമില്ല. അപ്പം നമ്മൾ ഇവിടെയുള്ള ഏതോ ഒരു IAS ഓഫീസറുടെ നമ്പറാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് അവരവിടെ കോർഡിനേറ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് അവിടെ പോകാനെന്നത് ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, തർക്കമൊന്നും ഇല്ല. പക്ഷേ ഇങ്ങനെ കോർഡിനേഷൻ വേണ്ടിയിട്ട് ഒരാളുടെ പേര് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഒരു നമ്പർ മാത്രം നൽകുക, അത് ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കുക, ഒരിക്കലും കോൺടാക്ട് ചെയ്യാൻ പറ്റാതിരിക്കുക, അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഒരു നമ്പറിൽ നമ്മൾ വിളിച്ചിട്ട് അപ്പോൾ എൻഗേജ്ഡ് ആണെങ്കിൽ ഉടൻ വേറെ പല പല നമ്പേഴ്സിലേക്ക് അത് കോൾ ഫോർവേഡ് ചെയ്യണം. അത് എടുക്കാനുള്ള സംവിധാനം വേണം. അതിനാണല്ലോ ഈ വലിയ നമ്മൾ വാർ റൂം എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടുന്ന ഒരു വലിയ ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒന്നാണ്, ഈ ആൾക്കാരെല്ലാവരും ഇപ്പോൾ വളരെ പരിഭ്രാന്തരായിട്ടിരിക്കുകയാണ്. ബോംബെയിലൊക്കെ രോഗത്തിൻ്റെ നില എന്ന് പറയുന്നത് ഇന്ന് വളരെ ഭയാനകമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പാരാമിലിറ്ററിയെ വിളിച്ചു കഴിഞ്ഞു, അവർ കടകളൊക്കെ അടപ്പിക്കുന്നു. ബോംബെയിൽ അത് കൺട്രോൾ ചെയ്യുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെ രോഗം പടർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ എത്രയും വേഗം വീട്ടിലെത്തണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ധൃതി വെച്ചിട്ട് എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്ന് പറയുന്ന ആൾക്കാർ അവിടെ നിന്നും
നോർക്കയിൽ രജിസ്റ്റർ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് കോവിഡ് ജാഗ്രതയിൽ രജിസ്റ്റർ ചെയ്യുന്നു, അത് കഴിഞ്ഞ് അവർ വന്നു കഴിഞ്ഞ് വോളയാറിൽ വരുമ്പോഴത്തേക്കും പാസ് ഇല്ല എന്ന കാരണം പറഞ്ഞ് അവിടെ തടഞ്ഞിടുന്നു. അത് അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു പാസ്സില്ലാത്ത ആരെയും ഇവിടെ കയറ്റില്ല എന്ന് പറയുന്നതിനകത്ത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനാവില്ല. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൂടി ഇവിടെ വന്ന് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ അവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. തമിഴ്നാട് ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല, കേരള ഗവൺമെൻറ് അവർ സ്വീകരിക്കുന്നുമില്ല. അപ്പോൾ ഇത്രയും ആൾക്കാർ അവിടെ കൂടിക്കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വേറൊരു മാർഗം നമ്മൾ നോക്കിയേ മതിയാവുള്ളൂ. അതിന് നമ്മൾ ചെയ്യേണ്ടുന്നത്, ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടുന്നത്, നമ്മൾ ഒരു മൊബൈൽ യൂണിറ്റ് വലിയ സന്നാഹങ്ങളോടുകൂടി വലിയ ഡോക്ടർമാരും പരിശോധനാ സൗകര്യങ്ങളുമുള്ള യൂണിറ്റ് അവിടെ അയച്ച് അവരെ അവിടെ തന്നെ പരിശോധിച്ച് എത്രയും വേഗം അവരെ ഇങ്ങോട്ട് കേരള അതിർത്തി കടത്താനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുകയാണ് വേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ഔട്ട് ഓഫ് ബോക്സ് സൊല്യൂഷൻ ഇപ്പോൾ ചെയ്തേ മതിയാവുള്ളൂ. കാരണം ഈ പാവങ്ങൾ അവിടെ ഇന്നലെ 2 ദിവസമായിട്ട് അവിടെ കിടക്കുകയാണ്. അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് അവരവിടെ നിലവിളിക്കുന്നത് ടി വിയിൽ കൂടി ഞാൻ കാണുകയുണ്ടായി. വളരെ 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 പ്രയാസം തോന്നുന്നുണ്ട്. എന്തു കുറ്റമാണ് അവർ ചെയ്തത്? തീർച്ചയായും സർ, ഒരു കാര്യം കൂടി ദയവായി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ഞാൻ ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായും സാറിലേക്ക് തിരികെ എത്താൻ ഒരു കാര്യം കൂടി. ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ദുരിതത്തിൽ അകപ്പെട്ടവരുടെ പ്രതികരണങ്ങൾ കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലേക്ക് കൂടി ദയവായി ഒന്ന് കടക്കുമെന്ന് ബഹുമാനപ്പെട്ട അതിഥികളോട് ഒന്ന് അറിയിക്കുകയാണ്. ശ്രീ രാജാജി മാത്യൂസ്, ഈ ഘട്ടത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നത് ഒരു റിയാലിറ്റിയാണ്. എവിടെയാണ് പറ്റിയത്? ഈ കോർഡിനേഷനിൽ എവിടെയാണ് പാളിച്ചയുണ്ടായത്? സർക്കാർ തലത്തിൽ ഇത്തരത്തിലുള്ളൊരു വിലയിരുത്തൽ നടക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എത്രത്തോളം ശരിയാണ്? സംസാരിച്ച ശ്രീ ജിജി തോംസൺ തന്നെ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി സൂചിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള ഇൻഡിക്കേഷൻ തന്നു കഴിഞ്ഞു. നമുക്ക് കൺവെൻഷനലായിട്ടുള്ള പരിഹാര മാർഗങ്ങളൊന്നുമില്ല. ഔട്ട് ഓഫ് ദ ബോക്സ് സൊല്യൂഷൻസ് ആണ് വരേണ്ടത്. ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇത് കേരളത്തിൻ്റെ മാത്രമായിട്ടുള്ളൊരു പ്രശ്നമല്ലല്ലോ, ഇത് നമ്മുടെ രാജ്യത്തുടനീളമുള്ള പ്രശ്നമാണ്. ആ കാര്യകാരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മുടെ രാജ്യം ഇത്തരം ഗുരുതരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷത്തെ നേരിടേണ്ടി വന്നത് കൊറോണ വൈറസ് ബാധ ആരംഭിച്ചതിന് ശേഷം മാർച്ച് 24-ാം തീയതി ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതുവരെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നതിന്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നേരിടണമെന്നുള്ളതിന് ആവശ്യമായ ഒരു ആസൂത്രണം നടത്തുന്നതിന്, ഒരു പദ്ധതി തയ്യാറാക്കുന്നതിന് കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ഇന്ത്യക്കാരാണ് വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ നഗരങ്ങളിൽ, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ആയിട്ട് കുടുങ്ങിക്കിടക്കുന്നത്. അവരെയൊക്കെ അവരവരുടെ സ്ഥലത്തേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കേരളം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള തീവണ്ടി സംവിധാനങ്ങൾ ഒരുക്കണമെന്ന്. അത് സംബന്ധിച്ച് ഇന്ന് മാത്രമാണ് അത് സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും മുൻകൂട്ടി ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ മുമ്പിൽ അസാധാരണമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്, ആ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് പരിഹാരം കാണേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ അതിർത്തികളിൽ പാസ് കൂടാതെ ആൾക്കാരെത്തി. പാസ്സോട് കൂടിയിട്ട് എത്തണമെന്നാണ് ആൾക്കാർക്ക് നിർദ്ദേശം കൊടുത്തത്. അതിനൊരു പരിഹാരം തീർച്ചയായിട്ടും അതിന് കൂടിയാലോചന നടത്തി അതിന് എങ്ങനെ ഇത്തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ സുരക്ഷിതരായിട്ട് അവരെ നമ്മുടെ സംസ്ഥാനത്തേക്ക് സ്വീകരിക്കണമെന്നുള്ളതിനെക്കുറിച്ചൊരു തീരുമാനമെടുക്കാൻ ഒരു ദിവസത്തെ കാലതാമസം ഉണ്ടായി. ഒരു വലിയ താമസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ വിക്ടിംസായിട്ട് മാറിയവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ആരോഗ്യ സുരക്ഷിതത്വം കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണകൂടത്തിന് ആ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതാണ്. നമ്മുടെ രോഗത്തിൻ്റെ പ്രശ്നമുണ്ട്. പല സംസ്ഥാനങ്ങളിലും വലിയ തോതിൽ രോഗം പടർന്നു പിടിക്കുന്നുണ്ട്. അവിടെ ജീവിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ഇന്ത്യയിൽ
ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ട്. അതിന് പരിഹാരം കാണേണ്ടതുണ്ട്. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അതിർത്തിയിലേക്ക് പോരൂ എന്ന് പറഞ്ഞ് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് തന്നെ അവരെ കൊണ്ടുവരാൻ കഴിയും. ശ്രീ രാജാജി, ഒരു 2-3 ചോദ്യങ്ങളുണ്ട്, ഞാൻ ദയവായി ചോദിച്ചുകൊള്ളട്ടെ. ഇത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഇത് മാധ്യമങ്ങൾ ഈ അവസരത്തെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു കടന്നാക്രമണത്തിനുള്ള അവസരമാക്കി മാറ്റരുതെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുക. മാധ്യമങ്ങളും ഗവൺമെന്റും പൊതുസമൂഹവും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയൊക്കെ മനുഷ്യർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ, ആരൊക്കെ ദുഃഖത്തിലും പ്രശ്നത്തിലുമാണോ ദുരിതത്തിലാണോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കൂട്ടായ പരിശ്രമം ആവശ്യമുള്ള സമയമാണിത്. തീർച്ചയായും. ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ ജയ്പൂരിൽ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് പ്രേക്ഷകരും ബഹുമാനപ്പെട്ട അതിഥികളും കണ്ട ആ വീഡിയോയിൽ ഒരു കുട്ടി, അഞ്ജന എന്ന കുട്ടി, ഞങ്ങളുമായി സംസാരിച്ചിരുന്നു. അഞ്ജന പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, നോർക്കയിലെ ഉദ്യോഗസ്ഥൻ 2 ദിവസം മുമ്പ് വിളിച്ച സമയത്ത് അഞ്ജന ഉൾപ്പെടെ ആ 27 പെൺകുട്ടികൾ, ആലോചിക്കണം സാർ, അവിടെ ഒരു കുട്ടിക്ക് ആസ്മ പേഷ്യൻ്റ് കൂടിയാണ്, മരുന്നിലെ വലിയ രീതിയിൽ തന്നെ വൈദ്യസഹായം ലഭിക്കേണ്ട ഒരു സാഹചര്യം അവിടെയുണ്ട്, കുടിവെള്ളം ലഭിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ അവതരിപ്പിച്ചപ്പോൾ നോർക്ക ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, വെള്ളിയാഴ്ച, അതായത് ഇന്നലെ വണ്ടി തയ്യാറാണ്, നിങ്ങളെയൊക്കെ ഞങ്ങൾ സുരക്ഷിതമായി കേരളത്തിലെത്തിക്കുന്നു. വെള്ളി കഴിഞ്ഞു, ശനി കഴിയാറാകുന്നു, നാളെ ഞായറാണ്, ഒന്നും നടന്നിട്ടില്ല. ഈ കുട്ടികൾ വീണ്ടും ആ നോർക്ക ഉദ്യോഗസ്ഥനെ ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടി, രാജസ്ഥാൻ സർക്കാരിൻ്റെ ചില കടുംപിടുത്തമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കാത്തതെന്ന്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ കുട്ടികൾ തന്നെ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യമുണ്ട് ശ്രീ രാജാജി മാത്യൂസ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അവരെ കൂടെ കഴിഞ്ഞിരുന്ന, ഉറങ്ങിക്കഴിഞ്ഞിരുന്ന കുട്ടികളെയൊക്കെ അതാത് സംസ്ഥാനങ്ങൾ വന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി, ഞങ്ങളെ മാത്രം എന്തേ, ഞങ്ങളുടെ സർക്കാരിന് വേണ്ടേ എന്നതാണ് അവർ ചോദിക്കുന്ന ചോദ്യം. എന്ത് മറുപടിയാണ് സാർ നമ്മൾ അവർക്ക് കൊടുക്കുക? പ്രിയ സ്നേഹിത, നിങ്ങൾ ഈ ആങ്കർ ചെയ്യുമ്പോൾ ഇവിടെ നാടകീയമായിട്ടുള്ളൊരു അവസരം സൃഷ്ടിക്കരുത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമാണോ? ഇന്ത്യയിലെ നാനാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾ, വിദ്യാർത്ഥികൾ, തൊഴിലെടുക്കാൻ പോയിട്ടുള്ളവർ, ബന്ധുക്കളെ സന്ദർശിക്കാൻ പോയിട്ടുള്ളവർ, ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ടുള്ളവർ, എല്ലാവരും ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുടുങ്ങിയ ആൾക്കാരെ പരിരക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ വൈകാരികമായി, നാടകീയമായി അവതരിപ്പിച്ച് ഈ കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരു പ്രശ്നത്തിന് പരിഹാരം കാണേണ്ട അവസരത്തിൽ ഗവൺമെൻറ്റിനെതിരെ ജനങ്ങളെ തിരിച്ചുവിടുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. തീർച്ചയായും സാർ, ആ രീതിയിലൊരു നാടകീയതയല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ഈ നിമിഷം വരെ ഇങ്ങനെയുള്ള ഏതാണ്ട് ഒരു 100-ലധികം കുട്ടികളുമായി സംസാരിച്ച് കാണും. ഞാനൊരു മനുഷ്യനാണ്, സ്വാഭാവികമായിട്ടും എല്ലാ ടെലിവിഷൻ ചാനലുകൾ, എന്നെയും അത് ബാധിച്ച് കാണാം ഒരു പക്ഷേ. ഞാൻ ഒരിക്കലും അത് നാടകീയമായി ചോദിച്ചതല്ല. ആൾക്കാരുടെ സംഭാഷണങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായും ഞാനത് ഒരിക്കലും നാടകീയമായി അവതരിപ്പിച്ചതല്ല. പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്ന എല്ലാ നന്മകളിലും തീർച്ചയായും സാർ, പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്ന നന്മകൾ കൃത്യമായി തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്, എടുത്തു പറയാറുമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റു മാധ്യമങ്ങൾ കാണിക്കാത്ത അദ്ദേഹത്തിൻ്റെ ചില വീഴ്ചകളും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. സാർ, ഒരു മിനിറ്റ് സാറിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്താം. ശ്രീ PR ശിവശങ്കരൻ അദ്ദേഹം ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, തീർച്ചയായും സാർ, അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം, കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരാജയം ആണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാദം. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, മുഖ്യമന്ത്രി കത്തയച്ചിട്ടും അത് കൃത്യമായി തന്നെ മുഖവിലേക്ക് എടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നൊരു വാദമാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. എങ്ങനെ നോക്കിക്കാണും? ശ്യാം പറഞ്ഞ വാദമുഖത്തേക്ക് തന്നെ വരാം. ശ്രീ രാജാജി മാത്യൂസ് അദ്ദേഹം പറയുമ്പോഴാണ് ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. സംസ്ഥാനത്ത് ഇന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലാണ് ഈ
ട്രെയിനിൻ്റെ ആവശ്യം അദ്ദേഹം ആവശ്യപ്പെട്ടു എന്ന് ഞാൻ ആദ്യം കേൾക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ സന്തോഷം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം ആകെ പറയുന്നത് സംസ്ഥാനം കേന്ദ്ര റെയിൽവേ മന്ത്രിക്കോ അല്ലെങ്കിൽ റെയിൽവേ ബോർഡ് ചെയർമാനോ ഒരു കത്തെഴുതി എന്ന് മാത്രമാണ് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് തന്നെ. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക സന്ദർഭത്തിൽ, ഇത്തരത്തിലുള്ള ഒരു വളരെ അടിയന്തരമായ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ റെയിൽവേക്കും വകുപ്പ് മന്ത്രിമാരുണ്ട്, അല്ലെങ്കിൽ അതാത് ബന്ധപ്പെട്ട മന്ത്രിമാരോ ചീഫ് സെക്രട്ടറിയോ അടക്കമുള്ള ആളുകളുടെ ഉത്തരവാദിത്വം കേന്ദ്രത്തിലെ മന്ത്രിക്ക് ഒരു കത്ത് എഴുതി എന്നുള്ളത് കൊണ്ട് അവസാനിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രണ്ട്, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ചെയ്യാവുന്ന 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, കേന്ദ്രത്തിൻ്റെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പദ്ധതികളും കേന്ദ്രത്തിലെ ആവശ്യങ്ങളും സൂക്ഷ്മമായി കേന്ദ്രീകരിക്കുവാനും കോർഡിനേറ്റ് ചെയ്യുവാനുമായിട്ട് കേന്ദ്രത്തിൻ്റെ വളരെ സീനിയറായിട്ടുള്ള ശ്രീ സദാനന്ദ ഗൗഡ എന്ന കർണാടകത്തിലെ മലയാളം നന്നായിട്ട് അറിയാവുന്ന, മലയാളികളെ നന്നായിട്ട് അറിയാവുന്ന ഒരു കേന്ദ്രമന്ത്രിയെ തന്നെ നിർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചാർജുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ഉറപ്പുണ്ട്, ഇന്നലെ രാത്രി വരെ, ഇന്നെങ്ങനെ ബന്ധപ്പെടണമെന്ന് എനിക്കറിയില്ല, ഇന്നലെ വൈകുന്നേരവും രാത്രി വരെയും സംസ്ഥാനത്തെ ഒരു മന്ത്രിയും ഈ റെയിൽവേ ഇതേപോലെ നമുക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഫോൺ വിളിക്കുകയോ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടോ ചെയ്തിട്ടില്ല. കാരണം റെയിൽവേയുടെ MOS സുരേഷ് അങ്ങാടി കർണാടക മന്ത്രിയാണ്. അദ്ദേഹത്തിന് അത്യാവശ്യം മലയാളം അറിയാം. അദ്ദേഹത്തെ വിളിക്കുകയോ അല്ലെങ്കിൽ കർണാടകത്തിലെ MOSനോട്, സദേൺ റെയിൽവേയുടെ ചാർജും അദ്ദേഹത്തിനാണ്. അപ്പോൾ സദാനന്ദ ഗൗഡയെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ട്രെയിൻ ഉടനെ വിട്ടു തന്നെ എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ മാക്സിമം ഈ ശ്രീ പിണറായി വിജയൻ ചെയ്തിരിക്കാൻ സാധ്യതയുള്ളത് ഒരു മെയിൽ റെയിൽവേ മന്ത്രിക്ക് അയച്ചിട്ടുണ്ടാകും എന്നതും മാത്രമാണ്. ഇതല്ല യഥാർത്ഥ ഒരു മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്ഥാനത്തെ മന്ത്രിമാരുടെയും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ജോലി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ ജിജി തോംസൺ അടക്കമുള്ള ആളുകൾക്ക് എനിക്ക് വ്യക്തമായിട്ടറിയാം, ശ്രീ ജിജി തോംസൺ ആണ് ഇന്ന് ചീഫ് സെക്രട്ടറി എങ്കിൽ അദ്ദേഹത്തിനൊക്കെ നേരിട്ട് കേന്ദ്രത്തിലുള്ള ബന്ധവും അവിടുത്തെ IAS ഓഫീസറുമായിട്ടുള്ള കളക്ഷൻസ്, പേഴ്സണൽ റിലേഷൻ, അത് വളരെ പ്രാധാന്യമാണ് ഇക്കാര്യത്തിൽ. അത് മുഖ്യമന്ത്രിക്കും സംസ്ഥാനത്തെ മന്ത്രിമാർക്കും വളരെ അത്യാവശ്യമുള്ളതാണ്. ഇവിടുത്തെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കേന്ദ്രത്തിലെ മന്ത്രിമാരായിട്ട് എത്രത്തോളം വ്യക്തിപരമായ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ തർക്കമുള്ള കാര്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ സംസ്ഥാനത്തെ മന്ത്രിമാരുടെ ഒരു സംഭാഷണ രീതി, അവരുടെ ബന്ധം, പേഴ്സണൽ റിലേഷൻ, ഇതെല്ലാം ഗുണകരമായിട്ടുണ്ട്. എനിക്ക് ജിജി തോംസണും പണ്ടൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരൊറ്റ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് AK ആന്റണി, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി കൊച്ചിയിലെത്തിയപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറോളം കാത്തുനിന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് LK അദ്വാനിയുടെ എറണാകുളത്തു നിന്നുള്ള രഥയാത്ര പങ്കെടുക്കുവാൻ. ആലോചിക്കണം, കേന്ദ്രത്തിനെതിരെയുള്ള ഒരു പ്രകടനം നടത്തുവാനായിട്ട് പ്രതിപക്ഷ നേതാവ് വന്നപ്പോൾ ആ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി റൂം ഒഴിഞ്ഞു കിടന്നിട്ടും 1 മണിക്കൂർ കാത്തു നിന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചത്ര ജനകീയമായ മുഖ്യമന്ത്രിമാരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പേഴ്സണൽ റിലേഷനും ഒരുപക്ഷെ ഗുണകരമായിട്ടുണ്ടാവാം. ഏതായാലും റെയിൽവേയുടെ കാര്യത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പറയുന്ന ഈ കാര്യത്തിൽ വളരെ അവ്യക്തതയുണ്ട്. ശ്രീ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ കാര്യം ഈ ജനൻ TV-യിൽ വളരെ വ്യക്തതയോടെയാണ് പറയുന്നത്. കാരണം ഞാനിത് കൃത്യമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ മറ്റു മന്ത്രിമാരുടെ അടുത്തുനിന്നോ, റെയിൽവേ സഹമന്ത്രിയുടെ അടുത്തോ, കേന്ദ്രത്തിൻ്റെ ചാർജുള്ള സദാനന്ദ ഗൗഡ മന്ത്രിയുടെ ഭാഗത്തേക്കോ വേണ്ടത്ര പ്രഷർ പോയിട്ടില്ല, അല്ലെങ്കിൽ റിക്വസ്റ്റ് പോയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ട്രെയിനിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ഫോളോ അപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ശ്രീ രാജാജി മാത്യൂസ് പറഞ്ഞ ബാക്കി 3 കാര്യങ്ങൾ, കേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാനത്ത് ഈ കോവിഡ് ഒരു പ്രത്യേക പരാമർശം, അല്ലെങ്കിൽ അതിന് ഒരു എക്സ്പീരിയൻസ് ഇല്ല, മുൻപരിചയമില്ല, അതുകൊണ്ട് പകച്ചു നിൽക്കുന്നു, ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ സമയം വേണം. രാജാജി മാത്യൂസ് ഒരു കാര്യം മനസ്സിലാണ്, കേന്ദ്രത്തിൻ്റെ ഭാഗത്തും ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല എന്നതുകൂടി മനസ്സിലാക്കണം. 3, അദ്ദേഹം അറിയേണ്ട കാര്യങ്ങൾ, ഔട്ട് ഓഫ് ബോക്സ് ചിന്താഗതി അല്ലെങ്കിൽ പദ്ധതി ഉണ്ടായിരുന്നില്ല എന്ന് താങ്കൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. താങ്കൾ നോക്കൂ, കോട്ടയിലെ ഇപ്പോൾ ശ്യാം പറയുന്ന ഈ പെൺകുട്ടികളുടെ കാര്യം തന്നെ എടുക്കൂ. തിരിച്ച് സംസ്ഥാനത്തു നിന്ന് രാജസ്ഥാനിലേക്ക് ഇവിടെ നിന്ന് മായന്നൂര് നവോദയ സ്കൂളിലെ കുട്ടികൾ പോയിട്ടുണ്ട് സർ. വെറും 23 പേര്, 15 ആൺകുട്ടികളും 8 പെൺകുട്ടികളും അടക്കുന്ന സംഘത്തെ മെയ് 4 തീയതി ശ്രീ മൊയ്തീൻ സർ, മിനിസ്റ്റർ മൊയ്തീൻ, അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തതുകൊണ്ട്
ഏതാണ്ട് 23 പേരെ അവിടുത്തെ പോലീസുകാരടക്കം വരുന്ന ഒരു സംഘം വന്നിട്ട് ഒരു ബസ്സിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് ബോക്സ് പദ്ധതിയൊന്നുമില്ല. മറ്റ് സംസ്ഥാനങ്ങൾ ഇങ്ങ് കേരളത്തിൽ നിന്ന് വരെ ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്. അതിനവർ മെഡിക്കൽ സംഘത്തെയും പോലീസ് ഉദ്യോഗസ്ഥരെയും വിട്ട് നിങ്ങളുടെ മൊയ്തീനും അവിടുത്തെ കളക്ടറും ഫ്ലാഗ് ഓഫ് ചെയ്ത പദ്ധതിയുടെ പ്രസ് റിലീസും പേപ്പർ റിലീസും നമുക്ക് എല്ലായിടത്തും അറിയാവുന്നതാണ്. അപ്പോൾ അത് ഔട്ട് ഓഫ് ബോക്സ് അല്ല. 2, തൊട്ടടുത്ത് ഈ കോട്ടയിൽ നിന്ന് തന്നെ ഏതാണ്ട് മെയ് 17 വരെ 250ഓളം ബസ്സുകൾ വിട്ടുകൊണ്ട് UP-യിലേക്ക് ഏതാണ്ട് 3000ഓളം വിദ്യാർത്ഥികളെ ഇതുവരെ ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാനിത് രാജസ്ഥാനിലെ കോൺഗ്രസ് മന്ത്രിസഭയും BJP മന്ത്രിസഭയും ചെയ്യുന്ന കാര്യങ്ങൾ പോലും അവിടുത്തെ ഏതാനും ചില വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തികഞ്ഞ പരാജയമാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു 10 ഉദാഹരണമെങ്കിലും നേരിട്ട് എടുത്തു കാണിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ കാര്യമായ പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും. ഒരു നിമിഷം, ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേള കഴിഞ്ഞ് പെട്ടെന്ന് തിരികെ എത്താം. ഇന്ന് രാവിലെ മുതൽ ഒരുപാട് ഫോൺ കോളുകളാണ് ഞങ്ങളെ തേടിയെത്തുന്നത്. പല ഫോണുകളും അല്ലെങ്കിൽ പല ഫോൺ കോളുകളും മുഴുവിപ്പിക്കാൻ പോലും പലർക്കും സാധിക്കുന്നില്ല. അത്രയധികം ദുരിതത്തിലാണ് പലരും ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ചില പ്രതികരണങ്ങൾ അത് ലോകത്തിന് മാത്രമല്ല, കനിവ് കാട്ടേണ്ട കേരളവും സർക്കാരും കാണാൻ വേണ്ടിക്കൂടി ഞങ്ങളത് വീണ്ടും കാണിക്കുകയാണ്. ഡൽഹിയിലെ മാക്സ് ആശുപത്രി, അവിടെ ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ കൂടുതൽ കൊറോണ രോഗം പടർന്നു പിടിച്ച ഒരു സ്ഥലമാണ്. അവിടുന്ന് രാജിവെച്ച് ശമ്പളം പോലും ഇല്ലാതെ ഇപ്പോഴും 20ലധികം മലയാളി മാലാഖമാർ എന്നാണ് നമ്മൾ അവരെ വിശേഷിപ്പിക്കാറ്. അവരവിടെ കഴിയുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ലഭിക്കാതെ വലിയ ദുരിതത്തിലാണ് അവരിപ്പോഴുള്ളത്. അവരുടെ ഒരു പ്രതികരണം കൂടി കാണാം. ഞങ്ങൾ റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസത്തോളം എടുക്കാറായി. അവസാന മാസത്തെ സാലറി കയറിയിട്ടില്ല. ഞങ്ങളൊരു സെൽഫായി റൂം എടുത്ത് പുറത്ത് താമസിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ റൂമിന്റെ വാടക, കറണ്ട് ബില്ല്, വെള്ളത്തിന്റെ ബില്ല്, പിന്നെ ഫുഡിന്റെ ചെലവ് ഇതെല്ലാം ഞങ്ങൾ തന്നെ വഹിക്കണം. ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പം സാലറി ഇല്ല, വേറെ ഞങ്ങളുടെ ചെലവ് ഞങ്ങൾ തന്നെ എടുക്കണം. ഇതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പുറത്താണെങ്കിൽ ഇപ്പൊ എല്ലാം സീൽ ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ പുറത്തേക്ക് പോകാന്നുള്ളത് റിസ്ക്കാണ്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ നോർക്കയിൽ അപ്ലൈ ചെയ്തു. പിണറായി വിജയൻ സാറിനെ വിളിച്ചു. ഇവിടുത്തെ കേരള ഹൗസിൽ ബന്ധപ്പെട്ടു. പറ്റാവുന്ന എല്ലാ ഹെൽപ്പ് ലൈൻ ഡെസ്കുകളിലേക്കും കോൾ ചെയ്തു. പക്ഷെ ഞങ്ങൾക്കൊരു സഹായം അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയില്ല. ഇത് ഞങ്ങളുടെ ഒരു അവസാനത്തെ ഒരു ശ്രമമാണ്. ഒരു ലൈവിൽ വന്നിങ്ങനെ ഒരു ആവശ്യം അറിയിക്കുക എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് ചെയ്തു തരണം. ശ്രീ ജിജി തോംസൺ, നമ്മളൊക്കെ നിപ്പ വന്നപ്പോഴും കൊറോണ വന്നപ്പോഴുമൊക്കെ മാലാഖമാരെന്ന് വിശേഷിപ്പിച്ചവരാണ് ഈ കനിവ് തേടി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വീഡിയോ ഇട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരമൊരു സിറ്റുവേഷനിൽ ഇപ്പോൾ നേരത്തെ ശ്രീ രാജാജി ഒക്കെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകം ഒരു കർമ്മ പദ്ധതി ഉണ്ടാകില്ല. കാരണം ഒരു ദുരന്തം വരുന്നത് പെട്ടെന്നാണ്. സ്വാഭാവികമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്കത് പ്രതികരിക്കേണ്ടി വരും. ഈ ഘട്ടത്തിൽ സർക്കാരിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയായിരിക്കണം? ശ്രീ ജിജി തോംസൺ. ശ്രീ ശിവശങ്കർ പറഞ്ഞ അഭിപ്രായത്തിൽ പറഞ്ഞ ഒരു കാര്യം, അതിനോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണ്. എന്താണെന്നോ, നമ്മളുടെ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടണമെങ്കിൽ, കോർഡിനേഷൻ മെച്ചപ്പെടണമെങ്കിൽ അതിന് പറ്റിയ ആൾക്കാർ നമുക്കവിടെ ഉണ്ടാവണം. ഞാൻ എൻ്റെ 36 വർഷത്തെ സർവീസിൻ്റെ 1/3 ഭാഗം ഞാൻ ഡൽഹിയിലാണ് ചിലവഴിച്ചത്. അതുകൊണ്ട് തന്നെ ഡൽഹി ഗവൺമെൻറ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, കേന്ദ്ര ഗവൺമെൻറ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നെനിക്ക് കൃത്യമായിട്ടറിയാം. അവിടെ നമ്മൾ വിചാരിക്കും സെക്രട്ടറിമാരാണ് തീരുമാനമൊക്കെ എടുക്കുന്നതെന്നാണ് നമ്മുടെ പൊതുവായിട്ടുള്ള വിചാരം. ശരിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത് ജോയിൻറ്റ് സെക്രട്ടറിമാരാണ്. കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്ന ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറിമാരെന്ന് പറയുന്നത് ഒട്ടുമുക്കാലും 99% IAS ഓഫീസേഴ്സാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് കുറച്ച് പേരെ ലാറ്ററലായിട്ട് ഷിഫ്റ്റ് ചെയ്ത് കുറച്ച് പേർക്ക് ആക്കിയിട്ടുണ്ട്. എങ്കിൽ 99% IAS ഓഫീസേഴ്സാണ്. അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്.
അല്ലാതെ മന്ത്രിയോ അല്ലെങ്കിൽ സെക്രട്ടറിയോ ഇല്ല. അവരൊക്കെ അവസാനം ജോയിൻറ്റ് സെക്രട്ടറി കൊണ്ട് സാർ ഇതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് താഴെ ഒപ്പിട്ട് കൊടുക്കുന്നതാണ് മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള IAS ഓഫീസേഴ്സ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അവരെ സ്വാധീനിക്കാനും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഏറ്റവും പറ്റിയ ആൾ ഒരു IAS ഓഫീസർ തന്നെയാണ്. അതിനാണ് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് 2 IAS ഓഫീസേഴ്സിനെ അവിടെ നിയമിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ നിലയ്ക്ക് നോക്കൂ, ഇപ്പം നമുക്ക് അവിടെ ഒരു ക്യാബിനറ്റ് റാങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ അവിടെ നിയമിച്ചു. അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ്, എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ പ്രിൻസിപ്പിൾ ഇവിടെ തെറ്റിപ്പോയി. കാരണം ഈ സമയത്തൊക്കെ ഈ കോർഡിനേഷൻ നടത്താൻ പറ്റിയത് തീർച്ചയായിട്ടും ഒരു സീനിയർ ആയിട്ടുള്ള ഒരു IAS ഓഫീസർ തന്നെയാണ്. യാതൊരു സംശയം അക്കാര്യത്തിലില്ല. കാരണം മറ്റുള്ള സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. അപ്പം നമ്മുടെ കോർഡിനേഷൻ രീതി അത് ചെയ്യാനായിട്ട് ഒട്ടും പറ്റിയ ഒരു സംവിധാനം ഇപ്പോൾ നിലവിലില്ല. അതൊരു സത്യം മാത്രമാണ്. പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് BJP ഭരിക്കുമ്പം ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് തന്നെ തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. യെസ്, അതൊരു വലിയ ഒരു പ്രശ്നം തന്നെയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കാണ് അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ കാണാനേ ഇല്ല എന്നാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ നിർണായകമായ ഘട്ടത്തിൽ ഇത്ര നിർണായകമായൊരു ചുമതല വഹിക്കുന്ന ഒരാളെ കണ്ടുകിട്ടുന്നേ ഇല്ല എന്നത് വലിയ ആശങ്ക തന്നെയാണ്. ഇപ്പോൾ ഒരു നിമിഷം അതിന് ശ്രീ രാജാജിയിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു നിമിഷം, ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് അടൂരിൽ നിന്ന്. ശ്രീ കലാധരൻ, ചോദിച്ചോളൂ. കലാധരനല്ല, കലാചന്ദ്രനാണ്. യെസ്, കലാചന്ദ്രൻ, ചോദിച്ചോളൂ. ഞാനിപ്പോ വിളിച്ചപ്പോ എന്റെ മോളും ഹസ്ബൻഡും കൂടെ ബോംബെയിലാണ്. അപ്പൊ അവർ കുറെ ദിവസം കൊണ്ട് പറഞ്ഞ അമ്മ ഞങ്ങളെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കാനുള്ള കാര്യം ആരോടെങ്കിലും പറഞ്ഞ് ചെയ്യാൻ. അപ്പം അതേപോലെ തന്നെ എനിക്ക് രാജാജി മാത്യു എന്ന് പറഞ്ഞ ചേട്ടനോട് പറയാനുള്ളത്, ഞങ്ങള് ഈ നിങ്ങളുടെ ആൾക്കാർ കാണുന്നതിന്റെ കൂട്ട് തന്നെ എല്ലാരും കൈരളി ചാനലല്ല കാണുന്നേ എന്നുള്ളൊരു ചെറിയ ബോധമെങ്കിലും താങ്കൾക്കുണ്ടായാൽ വളരെ നന്നായിരിക്കും. ഇതുപോലെ പരാജയമായി ഇതുപോലൊരു നാണം കെട്ട ഒരു കഴിവ് കെട്ട ഒരു മന്ത്രിസഭ ഇത്രയും നാളിനോടകം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കുറ്റം പറഞ്ഞില്ല, കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് അത് വാങ്ങി ജനങ്ങൾക്ക് അത് തന്നെ കൊടുക്കുന്നില്ല, അത് വേറെ സത്യം. അത് വാങ്ങി കൊടുക്കാനുള്ള ഇടനിലക്കൊരു ദല്ലാളിന്റെ പണിയല്ലേ ഇപ്പൊ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. യെസ്, വളരെ നന്ദി ശ്രീമതി കലാചന്ദ്രൻ ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിന്. ബോംബെയിൽ കുടുങ്ങിയിരിക്കുന്ന കലാചന്ദ്രൻ്റെ ഭർത്താവും മകനും അവിടെയുണ്ട്. തീർച്ചയായും അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അവരെ ഉടൻ തന്നെ സുരക്ഷിതമായി സംസ്ഥാനത്തേക്ക് തിരികെ എത്തിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശ്രീ രാജാജി മാത്യു, ഈ നിമിഷം ശ്രീ ജിജി തോംസൺ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, IAS ഉദ്യോഗസ്ഥരെയാണ് സാധാരണ നമ്മൾ ഈ കോർഡിനേഷന് വേണ്ടി ഡൽഹിയിൽ നിയമിക്കുക. അത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ്. ഒന്ന്, അവർ തമ്മിലുള്ള ഒരു കൃത്യമായ സംഭാഷണം. ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു സിവിൽ സർവൻറ്റിന് കൃത്യമായി തന്നെ ആക്സസ് ഉണ്ടാകും, കാര്യങ്ങൾ ബോധിപ്പിക്കാൻ സാധിക്കും, എല്ലാം കൃത്യമായി തന്നെ മേൽനോട്ടം നടത്താൻ സാധിക്കും. അതിന് മുകളിൽ ഒരു രാഷ്ട്രീയക്കാരനെ പ്രതിഷ്ഠിക്കുന്നത് തിരിച്ചടി ആകുമോ? തിരിച്ചടി ആയില്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം, അദ്ദേഹത്തെ ഇപ്പോൾ കാണാനേ ഇല്ല. ശ്രീ രാജാജി, ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സേവനമല്ലേ നമുക്ക് വേണ്ടത്? യെസ്, ശ്രീ രാജാജിയിലേക്ക് പെട്ടെന്ന് തന്നെ തിരികെ എത്താം. ശ്രീ PR ശിവശങ്കരൻ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രീ ജിജി തോംസൺ മുന്നോട്ട് വെച്ചത്. IAS ഉദ്യോഗസ്ഥരെ മറികടന്ന് ഒരു പൊളിറ്റീഷ്യനെ ആ ചുമതല ഏൽപ്പിക്കുമ്പോൾ അത് എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2, BJP ഭരിക്കുന്ന 3-2 ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരുമായി ഈ കോർഡിനേഷൻ നടത്താൻ തമ്മിൽ മുട്ടിയാൽ പോലും കണ്ടാൽ പോലും വിരോധം പറയുന്ന CPM-ൻ്റെ ഒരു നേതാവിനെ കൊണ്ടുവയ്ക്കുന്നു. അതൊരു വലിയ പ്രശ്നമാകില്ലേ? അപ്പോൾ ഈ തിരിച്ചടി ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ അത് കൃത്യമായി തന്നെ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും? മാത്രമല്ല അദ്ദേഹത്തെ അവിടെ കാണാനേ ഇല്ല.
വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ജിജി തോമസൺ ചോദിച്ചത്. കാരണം രാഷ്ട്രീയമായി നമുക്കറിയാമല്ലോ, പ്രധാനമന്ത്രിയെ ഗുജറാത്തിൽ പോയി കണ്ടതിന് പാർട്ടി സ്ഥാനവും അല്ലെങ്കിൽ മന്ത്രിസ്ഥാനവും രാജിവെക്കണം അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറരുത് എന്നുവരെ പറഞ്ഞ ചരിത്രമുള്ള പാർട്ടിയാണ്. അപ്പോൾ നിർഭാഗ്യവശാൽ സമ്പത്തിനെ കൊണ്ട് കാര്യമായി നടക്കുന്നുമില്ല. അദ്ദേഹം അവിടെ ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്. സമ്പത്തിനൊക്കെ ഞാൻ വെറുതെ വിടുന്നു. കാരണം രാഷ്ട്രീയമായും മറ്റ് എക്സ്പീരിയൻസും ഒരുപക്ഷെ അദ്ദേഹത്തിന് മറ്റ് എം പിമാരെ പോലെയോ അല്ലെങ്കിൽ നേതാക്കളെ പോലെയോ അവിടെ മന്ത്രിയായിരുന്നോ അല്ലെങ്കിൽ ഇവിടെ മന്ത്രിയായിരുന്നോ സീനിയറായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ കാര്യം വിടും. എനിക്ക് ഒരു കാര്യവും കൂടി, നമ്മൾ ഈ സമ്പത്തിനെ തീർച്ചയായിട്ടും ആക്രമിക്കണം. അദ്ദേഹം രാഷ്ട്രീയമായി ഈ സംസ്ഥാനത്തിന് ഒരു ബാധ്യത തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ ഒരു റെസിഡൻസ് കമ്മീഷണർ ഉണ്ടല്ലോ. എനിക്കറിഞ്ഞൂടാ കേരളത്തിൽ ഏതെങ്കിലും നേതാക്കൾക്ക് ആ റെസിഡൻസ് കമ്മീഷണറുടെ പേരറിയുമെന്ന്. ഒരു പുനീത് കുമാർ IAS. എന്താണ് അദ്ദേഹത്തിൻ്റെ അവിടെ തൊഴിൽ? അദ്ദേഹം എന്താണ് അവിടെ ചെയ്യുന്നത്? അദ്ദേഹത്തെ കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? കേരള ഹൗസ് അടച്ചു പൂട്ടിയിട്ട് കഴിഞ്ഞ 100 ദിവസം 50 ദിവസമായിട്ട് തുറക്കണ പോലുമില്ല. കേരളത്തിൻ്റെ ഒരു കാര്യവും ശ്രീ പുനീത് കുമാർ ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തെ കൊണ്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ അവിടെ ഒരു ഓഫീസർ ഉണ്ടോ എന്ന് കേരളത്തിലെ പല MLA-മാർക്കോ CPM-ൻ്റെ നേതാക്കൾക്കോ അല്ലെങ്കിൽ MP-മാർക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ ശ്രീ സമ്പത്തും പുനീത് കുമാറും പൂർണ്ണമായും അക്ഷരാർത്ഥത്തിൽ കേരളത്തിന് ബാധ്യതയാകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭരണപരമായും രാഷ്ട്രീയമായും അവർക്ക് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാനോ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാനോ കഴിയുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും ശ്രീ ജിജി തോംസൺ സാർ പറഞ്ഞതുമായ കാര്യങ്ങൾ, ഇവർക്ക് രാഷ്ട്രീയമായി ബന്ധമില്ല. ഇവർക്ക് ചിരിക്കാൻ തന്നെ മടിയാണ്. ഇവർക്ക് സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ അറിയില്ല. അത് വെച്ച് പ്രവർത്തിക്കാൻ അറിഞ്ഞുകൂടാ. ഇപ്പം നോക്കൂ, ഈ റെയിൽവേയുടെ കാര്യം തന്നെ ഇവർ പറയുന്നുണ്ടല്ലോ, ശ്രീ സമ്പത്തിന് ഇത്തരത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഡൽഹിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി ചെയ്യാമായിരുന്നു. അദ്ദേഹം ഇങ്ങോട്ട് കെട്ടിങ്ങോട്ട് വരികയാണ് ചെയ്തത്. അവിടെ ഇന്ന് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. രാഷ്ട്രീയമായി എനിക്ക് ജിജി തോംസൺ സാർ നേരത്തെ പറഞ്ഞത് എൻ്റെ കണക്ഷൻ വിട്ടുപോയതുകൊണ്ട് ഞാൻ വിട്ടുപോയതാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, പാസ് ഇല്ല എന്നുള്ളത് കൊണ്ട് കേറ്റില്ല. അത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എടുക്കുന്ന ഭരണപരമായ തീരുമാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല സർ. കാരണം ഭരണപരമായി തീരുമാനമെടുക്കാം. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ലോകത്തിൻ്റെ ഏതു ഭാഗത്തുനിന്ന് ആളുകൾ ഒരു റെക്കോർഡുമില്ലാതെ വന്നാലും ഇന്ത്യക്ക് പൗരത്വം കൊടുക്കണമെന്ന് കഴിഞ്ഞ 6 മാസം മുമ്പ് നിരന്തരം നമ്മളെ ഓർപ്പിച്ച രാഷ്ട്രീയ പാർട്ടിയും മുഖ്യമന്ത്രിയുമാണ് ഇദ്ദേഹം. ലോകത്തിൻ്റെ ഏതു ഭാഗത്തുനിന്നും നിങ്ങൾ വന്നാലും നിങ്ങൾ അവർക്ക് മെമ്പർഷിപ്പ് നൽകണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പൗരത്വം നൽകണമെന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനമല്ലേ ഇവരുടേത്. അപ്പോൾ എന്ത് രാഷ്ട്രീയ മര്യാദയാണ് കാണിക്കുന്നത്? കേരളത്തിലേക്ക് ഒരു അത്യാഹിത ഘട്ടത്തിൽ മലയാളികളായ ആളുകൾ അവർക്ക് ഐഡന്റിറ്റി കാർഡ് അടക്കം അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ സംസ്ഥാനത്തെ ഒരു നീർക്കഷ്ണം ഒരു കടലാസ് കഷ്ണം ഇല്ല എന്ന് പറഞ്ഞ് അവരെ പുറത്തു നിർത്തി 5-8 മണിക്കൂർ പച്ചവെള്ളം കൊടുക്കാണ്ട് അതിർത്തിയുടെ പുറത്തു നിർത്തി അവർക്ക് അസുഖമുണ്ടോ എന്ന് പരിശോധിച്ചിട്ടെങ്കിലും കയറ്റി വിടാനുള്ള സാമാന്യ മര്യാദയില്ലാത്ത സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ ഭരണകൂടവും മലയാളികളുടെ എന്ത് പ്രശ്നം സെറ്റിൽ ചെയ്യുമെന്നാണ് സാർ ഞാൻ വിശ്വസിക്കേണ്ടത്? ഒരു പാസ്സില്ല എന്നുള്ളതാണോ മലയാളികളുടെ കുഴപ്പം? അത് അവർ നേടിയെടുക്കേണ്ടതാണോ? പാസ് കിട്ടിയിട്ട് വന്നാൽ മതി എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. അത് ഒരു ഭരണാധികാരിയുടെ, ജനാധിപത്യ ബോധമുള്ള ഒരു ഭരണാധികാരിയുടെ ഭാഷയായിട്ട് ഞാൻ കാണുന്നില്ല. അതിലൊരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരു ഫാസിസ്റ്റ് ഭരണാധികാരിയുടെ സ്വഭാവമാണ്. ഒരു ഇവിടുത്തെ കേരളത്തിലേക്ക് പഴയ രാജാക്കന്മാർ പോലും ഇത്തരത്തിലുള്ള ഭാഷ ഉപയോഗിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷാപരമായ ചാതുര്യമൊന്നും എനിക്ക് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ നൽകാനാവില്ല. അദ്ദേഹത്തിൻ്റെ ഭാഷയും അദ്ദേഹം പ്രയോഗിച്ച രീതിയും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് തന്നെ നാണക്കേടാണ്, ഒരു സംശയവുമില്ല. ശ്രീ രാജാജി, ഈ ഘട്ടത്തിൽ എങ്ങനെയാണ്, എത്ര കാലം നമുക്ക് ഈ ഒരു വീഴ്ചകളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ തലയിലിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും? അതും ഒരു പ്രസക്തമായ ചോദ്യമല്ലേ? അല്ല, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ പ്രശ്നങ്ങൾ കെട്ടിയേൽപ്പിക്കുന്ന പ്രശ്നം മാത്രമല്ലല്ലോ. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പ്രശ്നങ്ങളിൽ എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നു. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് എങ്ങനെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ കേന്ദ്ര അണ്ടർ സെക്രട്ടറിമാരെ മണിയടിച്ച് നമ്മുടെ കാര്യം നടത്തണം, നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച് എങ്ങനെ ചിരിച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ നടത്തണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്.
നമ്മൾ സംസാരിക്കുന്നത് ആരെങ്കിലും മണിയടിച്ച് എന്തെങ്കിലും ആനുകൂല്യം നേടുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ഒരു കോപ്പറേറ്റീവ് ഫെഡറൽ സംവിധാനത്തിൽ ഒരു ഗവൺമെൻറ്റിന് ഒരു ജനതയ്ക്ക് ലഭ്യമാകേണ്ട അവകാശങ്ങളുടെ പ്രശ്നമാണത്. ആ അവകാശങ്ങളുടെ പ്രശ്നത്തിൽ ആരുടെയെങ്കിലും ഔദാര്യത്തിൻ്റെ പ്രശ്നമല്ല. ഇവിടെ ആരും ഔദാര്യത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഇത് നമ്മുടെ അവകാശങ്ങളുടെ പ്രശ്നമാണ്. ഇനി ഇത് ഇവിടുത്തെ നമ്മൾ കാണിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന ആൾക്കാരെ കുറിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനം ശ്രീ ശിവശങ്കരൻ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരട്ടെ. നമ്മുടെ സംസ്ഥാന അതിർത്തിയിൽ വരുന്ന ആൾക്കാരെ കടത്തിവിടുന്നതിനെക്കുറിച്ച് നാം കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ നിരവധി ദിവസങ്ങളായിട്ട് മലയാളികൾക്ക് നൽകിയിട്ടുണ്ട്. മറുനാടൻ മലയാളികൾക്ക്, അതുപോലെ തന്നെ പ്രവാസികളായിട്ടുള്ള മലയാളികൾക്ക് നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നിർദ്ദേശം നൽകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ഒരു മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. നമ്മുടെ നാട്ടിലേക്ക് തിരിച്ച് മടങ്ങിയെത്തുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് ആരോഗ്യപരമായ അന്തരീക്ഷത്തിൽ ഇവിടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് നിയന്ത്രിതമായ രീതിയിൽ മാത്രമേ സംസ്ഥാനത്തേക്ക് കടത്തിവിടാൻ കഴിയുള്ളൂ. അത്തരമൊരു നിർദ്ദേശമാണ് വെച്ചിട്ടുള്ളത്. അത് മറികടന്ന് വന്നിട്ടുള്ള ആൾക്കാരെ കൂടിയാലോചനകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി അവരെ സ്വീകരിക്കാൻ ഇന്ന് തയ്യാറായിട്ടുണ്ട്. അതേസമയം തന്നെ ബാക്കിയുള്ളവരോട് പരിഭ്രാന്തിയോടുകൂടി പരക്കം പാഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, നമ്മൾ ഒന്നും രണ്ടും ആൾക്കാരെ കുറിച്ചല്ല സംസാരിക്കുന്നത്, നമ്മൾ ലക്ഷക്കണക്കിന് പ്രവാസികളെക്കുറിച്ചും അതുപോലെ തന്നെ മറുനാടൻ മലയാളികളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. അത്തരത്തിലുള്ള ആൾക്കാർ പ്രത്യേകിച്ചും കൊറോണ വൈറസിൻ്റെ ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് തിരിച്ചെത്തുന്ന ആൾക്കാരെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതുണ്ട്, നമ്മുടെ സമൂഹത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കണം. സർ, ഈ ഒരു സാഹചര്യത്തിൽ ഒരു സംശയം കൂടി ചോദിച്ചോളട്ടെ. മാത്രമേ സ്വീകരിക്കാൻ ഇതല്ല ഞാൻ പറഞ്ഞു വരട്ടെ. ഇത് കേരളം ഈ കാര്യത്തിൽ ഇത്രയും അടുക്കോടും ചിട്ടയോടും കൂടിയിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇവിടെ ആരെയും ലാത്തിച്ചാർജ് ചെയ്യുന്നില്ലല്ലോ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ 10,000 കണക്കിന് പാവപ്പെട്ട തൊഴിലാളികളെ കുറിച്ച് എന്തേ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല? രാജ്യത്തിൻ്റെ വിവിധ നഗരങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദിയുടെ അതേ സംസ്ഥാനത്ത് തന്നെ ഇന്ന് സൂററ്റിൽ അവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നേരെ പോലീസ് അതിക്രമം ഉണ്ടായി. ഇത് വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശിലേക്ക് മടങ്ങിയെത്തിയ അന്യസംസ്ഥാന തൊഴിലാളികളെ കടത്തിവിടുന്നത് വളരെ ഭീകരമായിട്ടുള്ള അതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടതല്ലേ. അത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു സമീപനവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ കൂത്താട്ടുകുളത്ത് സമരം ചെയ്ത അതിഥി തൊഴിലാളികളെ ആരാണ് സർ ഓടിച്ചിട്ടടിച്ചത്? രാഷ്ട്രീയ ചർച്ച നമുക്കാവാം സർ. തീർച്ചയായും അങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടത് നേരത്തെ സാറ് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ചോദിച്ചോളാം. യെസ്, ഒരു നിമിഷം. ശ്രീ PR ശിവശങ്കരൻ ചോദിക്കും. രണ്ട് കാര്യങ്ങൾ. ഇപ്പം താങ്കൾ ചോദിച്ച പോലെ കൂത്താട്ടുകുളത്ത് അതിഥി തൊഴിലാളി വന്നപ്പോൾ അവർക്ക് പാലും നെയ്യൊക്കെ നൽകുകയായിരുന്നു സംസ്ഥാനത്തെ പോലീസ് എന്ന് ഞാൻ അറിഞ്ഞില്ല. അത് രാജാജിയും എല്ലാവരും നമ്മൾ TV യിൽ കണ്ടതാണ്. പിന്നെ താങ്കൾ പറഞ്ഞ ചിരിച്ചും കളിച്ചുമല്ല, അവകാശത്തോടെയാണ് കാര്യങ്ങൾ നേടേണ്ടത്. സംവിധാനങ്ങളാണ് അതിഥി തൊഴിലാളികൾക്ക് കേരളത്തിൽ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. തീർച്ചയായും അതുപോലെ തന്നെയാണ് ആതിഥേയ തൊഴിലാളികളുണ്ട്. സർക്കാർ തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യമല്ല. ആതിഥേയ തൊഴിലാളികളുണ്ട്, അവരെ കുറിച്ചാണ് ചർച്ച. നമ്മുടെ സ്വന്തം ആൾക്കാർ പുറത്തുണ്ട് സർ, അവരെയും കൂടി നമ്മൾ പരിഗണിക്കണ്ടേ? ശ്രീ PR ശിവശങ്കരൻ, താങ്കളുടെ പോയിന്റ്. ഒരൊറ്റ കാര്യം കൂടി രാജാജി, തീർച്ചയായിട്ടും അവരെ പരിഗണിക്കുമ്പോൾ ഒരു താങ്കളിലേക്ക് ഞാൻ വരാം. ഒരു നിമിഷം താങ്കളിലേക്ക് വരാം. ശ്രീ PR ശിവശങ്കരൻ പോയിന്റ് ഒന്ന് പൂർത്തിയായിക്കോട്ടെ. ശ്രീ PR ശിവശങ്കരൻ, താങ്കളുടെ ചാൻസ് ആണ്. ശ്രീ PR ശിവശങ്കരൻ, താങ്കളുടെ ചാൻസ് ആണ്. കേരളത്തിൽ അതിനുവേണ്ടി ചെയ്തിട്ടുള്ളത് ഞാൻ വെല്ലുവിളിക്കുകയാണ്. വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് നിങ്ങൾക്കത് കാണിക്കാൻ കഴിയും? രാജാജി ഒരു മിനിറ്റ് കേൾക്കൂ. സംസ്ഥാനത്തേക്ക് വരുന്ന
സംസ്ഥാനത്തേക്ക് വരുന്ന മലയാളികൾക്ക് പാസ് ഇല്ല എന്ന് പറഞ്ഞ് മാത്രം അവരെ പുറത്തു നിർത്തുന്ന സംസ്കാരം ലോകത്ത് എവിടെയുണ്ട് സർ? ലോകത്ത് മറ്റൊരു സംസ്ഥാനത്തും അങ്ങനെ പാസ് ഇല്ല എന്ന് പറഞ്ഞ് സ്വന്തം സംസ്ഥാനത്തേക്ക് വന്ന അതിഥികളല്ല, ആതിഥേയരെ വരെ റോട്ടിലേക്ക് പിടിച്ചു നിർത്തിയ ലോകത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സർ. രണ്ട്, താങ്കൾ പറഞ്ഞല്ലോ ഞങ്ങൾ സോപ്പിട്ടും അല്ലെങ്കിൽ ചിരിച്ചുമൊന്നും അല്ല കാര്യങ്ങൾ നേടേണ്ടത്, അവകാശമാണ്, നമ്മളുടെ അവകാശമാണെന്ന്. അങ്ങനെ അവകാശമായി വിചാരിച്ചു കൊണ്ടുവന്ന ഒരു പ്രവാസി മലയാളി ഉണ്ടായിരുന്നു സർ, സാജൻ പാറയിൽ, ആന്തൂരുള്ളത്. സ്വന്തം പണം മുടക്കി തൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ ഒരു ഇലക്ട്രിസിറ്റി പദ്ധതിയും ഒരു സാങ്ഷനും കിട്ടാൻ വേണ്ടി അവസാനം അദ്ദേഹത്തിന് ഒരു മുക്കാൽ കയറിൽ അവസാനിപ്പിക്കേണ്ടി വന്ന ജീവിതം. ആ കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം പ്രവാസികൾ ഞങ്ങൾക്ക് ദൈവങ്ങളാണെന്ന് പറയുമ്പോൾ ജനങ്ങൾ ഭയന്നായിരിക്കും നിൽക്കുന്നത്. കുറച്ചു നാൾ മുമ്പ് നമ്മളോട് പറഞ്ഞു നമ്മൾ പ്രളയത്തിൽപ്പെട്ടപ്പോൾ നമ്മളുടെ മത്സ്യത്തൊഴിലാളികളാണ് നമ്മുടെ സൈന്യമെന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നു ഇതാ നിങ്ങളുടെ ആരോഗ്യ പ്രവർത്തകരാണ് നമ്മളുടെ സൈന്യം എന്ന് പറയുന്നു. ഇപ്പൊ പറയുന്നത് ആ പ്രവാസികളാണെന്ന്. മത്സ്യപ്രവർത്തകരുടെ സ്ഥിതി അവർക്കറിയാം, അവരുടെ സ്ഥിതി അവർക്കറിയാം, ആരോഗ്യ പ്രവർത്തകരുടെ ഇപ്പോഴേ മനസ്സിലായി. ഇനി പ്രവാസികളെ കൂടെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ആതിഥേയരായ തൊഴിലാളികളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് ഭയമുണ്ട്. ഇവർക്ക് പാസ് പോലും നിങ്ങൾ കൊടുക്കുന്നില്ല, പിന്നെയാണോ നിങ്ങൾ ഭക്ഷണം കൊടുക്കും എന്ന് പറയുന്നത്? എനിക്ക് വളരെ വ്യസനമുണ്ട് സാർ ഇത് പറയുന്നതിൽ. യെസ്, ഒരു ഇടവേള കൂടി.